ആദ്യ രണ്ട് മത്സരങ്ങളിലും 0-ന് പുറത്തായ നായകൻ നിർണായക മത്സരത്തിൽ ടീമിന്റെ അത്താണിയായി മാറി. 5-ാം വിക്കറ്റിൽ ഫിനിഷർ റിങ്കു സിങ്ങിനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് നായകൻ ടീമിനെ തോളിലേറ്റിയത്. 3-ാം T20-യിൽ അഫ്ഗാനിസ്ഥാന് മുന്നിൽ 213 റൺസിന്റെ വിജയലക്ഷ്യമുയർത്തി ഇന്ത്യ. മുൻനിരയുടെ കൂട്ടത്തകർച്ചയ്ക്കിടയിലും നായകന്റെ കളി പുറത്തെടുത്ത് ഇന്ത്യയുടെ രക്ഷകനായി രോഹിത് ശർമ്മ. 64 പന്തിൽ നിന്നാണ് നായകന്റെ തട്ടുപൊളിപ്പൻ സെഞ്ചുറി പിറന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 8 കൂറ്റൻ സിക്സറുകളും 11 ഫോറുകളും രോഹിത് പറത്തി. ആദ്യ 2 മത്സരങ്ങളിലും 0-ന് പുറത്തായ നായകൻ നിർണായക മത്സരത്തിൽ ടീമിന്റെ അത്താണിയായി മാറുകയായിരുന്നു. 5-ാം വിക്കറ്റിൽ ഫിനിഷർ റിങ്കു സിങ്ങിനൊപ്പം 95 പന്തിൽ നിന്ന് 190 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് നായകൻ ടീമിനെ തോളിലേറ്റിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. T20 ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ് ഇന്ന് പിറന്നത്. നേരത്തെ 2022-ൽ അയർലൻഡിനെതിരെ സഞ്ജു സാംസണും ദീപക് ഹൂഡയും ചേർന്ന് പടുത്തുയർത്തിയ 176 റൺസിന്റെ റെക്കോർഡ് ഇതോടെ പഴങ്കഥയായി. ടോസ് നേടി ആദ്യ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച രോഹിത്തിനെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ 5 ഓവറിനകം തന്നെ ഒരൊറ്റത്ത് തുടരെ വിക്കറ്റുകൾ വീണു. ഇന്ത്യക്ക് 22 റൺസെടുക്കുമ്പോഴേക്കും 4 വിക്കറ്റുകൾ നഷ്ടമായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർന്നാണ് രോഹിത്തും റിങ്കു സിങ്ങും ഒത്തുചേർന്നത്. റിങ്കു 39 പന്തിൽ നിന്ന് 69 റൺസ് വാരി ക്യാപ്റ്റന് ഉറച്ച പിന്തുണയേകി. 6 സിക്സറുകളും 2 ഫോറുകളും റിങ്കു പറത്തി. T20-യിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ 4ാമത്തെ ഉയർന്ന വ്യക്തിഗത സ്കോറാണ് രോഹിത് ഇന്ന് അടിച്ചെടുത്തത്.